ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് വീട്ടിൽ ചക്കയട ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് നോക്കാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് കുരുകളഞ്ഞ് വൃത്തിയാക്കിയെടുത്ത കുറച്ച് ചക്കച്ചോളകൾ, 5 അച്ച് ശർക്കര, അല്പം ജീരകം, ഒരു നുള്ളുപ്പ്, 4-5 ഏലക്കായി, ആവശ്യമുള്ള എടന ഇലകൾ, 1 സ്പൂൺ നെയ്യ്, 1/2 കിലോ റവ. ഞാനിപ്പോൾ ഇവിടെ ഒരു മുറി തേങ്ങ എടുത്തിട്ട് അതിന്റെ പകുതി കൊത്തിയും പിന്നെ ചിരകിയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ച ചക്കച്ചോളം ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. സാധാരണ എല്ലാവരും ചക്ക അട ഉണ്ടാക്കുമ്പം വരട്ടിയാണ് ഉണ്ടാക്കുന്നത്, പക്ഷെ ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നത് വരട്ടാണ്ടാണ്. ഇതിപ്പോ ഞാനിവിടെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്ക് നേരത്തെ എടുത്തു വെച്ച ശർക്കര ഒന്ന് പാനിയാക്കി എടുക്കണം. അതിനായി ഞാനിവിടെ ഒരു ചായയൊക്കെ ഉണ്ടാക്കുന്ന പാത്രത്തിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായി അരിച്ചെടുക്കാം. ഇനി നമുക്ക് ആ തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനായി ഒരു പാത്രം ഗ്യാസിൽ ചൂടാക്കാൻ വെക്കാം. നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് 1 സ്പൂൺ നെയ്യ് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അത് ഒഴിച്ചതിന് ശേഷം കൊത്തി വെച്ച തേങ്ങ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം ഈ ഒരു കളർ ആവുമ്പം നമുക്ക് ചിരകി വെച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഈ കളർ ആവുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്തു വെച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ അടിച്ചു വെച്ച ചക്കപ്പഴത്തിലേക്ക് നമ്മൾ പാനിയാക്കിയ ശർക്കര ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം മൂപ്പിച്ചു വെച്ച തേങ്ങ ഇട്ടു കൊടുക്കാം. പിന്നെ ഉപ്പും ജീരകവും ചതച്ചു വെച്ച ഏലക്കായും നമുക്ക് ഇട്ടു കൊടുക്കാം. ഇനി കുറേശ്ശെ റവ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് കുഴച്ചു കൊടുക്കാം. ഇതെല്ലാം കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച എടന ഇലകൾ നിരത്തി വെച്ചിട്ട് ഓരോ സ്പൂണായിട്ട് നമുക്ക് ഓരോ എടന ഇലയിലും ആ മിക്സ് നമുക്ക് ഇട്ടു കൊടുക്കാം. ഇനി നമ്മൾ ആ ഇലകളെല്ലാം ഒന്ന് കുമ്പിൾ കൂട്ടി എടുക്കുക. ഇനി നമ്മളൊരു കുക്കർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു വലിയ തിരിട നമ്മൾ വെച്ചു കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കുക. അടകൾ വെള്ളത്തിൽ മുങ്ങിപ്പോവാതിരിക്കാൻ ഇതേപോലത്തെ ചെറിയൊരു നെറ്റിന്റെ പീസ് വെച്ചു കൊടുക്കാം. ഇതേപോലത്തെ നെറ്റ് ഇല്ലാത്തവർക്ക് അതിന്റെ ഉള്ളിൽ സ്പൂണുകൾ തലങ്ങനെയും വിലങ്ങനെയും വെക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വേവിച്ചെടുക്കാവുന്നതാണ്. ഈ വെള്ളം ഒന്ന് നന്നായി തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അടകൾ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാവുന്നതാണ്. നമ്മൾ ഇത് ഒരു 2 വിസിൽ വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് വേവിക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 7 വിസിൽ വരെ വേവിക്കാവുന്നതാണ്. നമ്മുടെ അടയൊക്കെ ഇവിടെ നന്നായി വെന്ത് പാകമായി വന്നിട്ടുണ്ട്. നമ്മുടെ അട ഇവിടെ റെഡി ആയിരിക്കുകയാണ്. പിന്നെ ഇത് എടുക്കേണ്ട കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്, ഒരു പുറത്തെടുത്ത് വെച്ചതിന് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് തിന്നാൻ പാടുള്ളൂ. എന്നാലേ അതിൻ്റെ ആ കറക്റ്റ് ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടുള്ളൂ. അപ്പം നല്ല ടേസ്റ്റിയാണ് ഈ അട. നിങ്ങളിപ്പം വെറുതെ ലോക്ക്ഡൗൺ കാരണം വീട്ടിലിരിക്കുകയാണെങ്കിൽ ഈ റെസിപ്പിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ പറ്റുന്ന അത്രയും ആൾക്കാർക്ക് ഷെയറും ചെയ്ത് കൊടുക്കുക. പിന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്തായാലും കമൻറ്റിലിടണം.